അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാർത്ത കണ്ടു. അസ്മിന എന്ന് പറയുന്ന ഒരു സഹോദരി മരണപ്പെട്ട വാർത്ത അല്ലേ. ഒരു ഫ്ലാറ്റിൽ വെച്ചിട്ട് ജോബി എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ ഭാര്യയായിട്ടാണ് അസ്മിന കൂടെ പോയത്. അദ്ദേഹം ഒരു ഹോട്ടലിലോ മറ്റോ ജോലി ചെയ്യുകയാണ്. എൻ്റെ ഫാമിലി വരുന്നുണ്ട്, എനിക്കൊരു റൂം വേണമെന്ന് ഈ ജോബി എന്ന് പറയുന്ന ക്രൈസ്തവ സഹോദരൻ അവിടുന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ റൂമൊക്കെ കൊടുക്കുന്നു. പിന്നീട് അദ്ദേഹം അവിടെ അസ്മിന എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവതിയെയാണ് കൊണ്ടുവരുന്നത്. ആ ഒരു സഹോദരി അവിടെ വരുന്നു. പിന്നീട് ആ സഹോദരി വളരെ മോശമായ രീതിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട രീതിയിലാണ് കാണുന്നത്. ബിയർ കുപ്പി കൊണ്ട് ശരീരം മുഴുവനും വളരെ മൃഗീയമായി വരഞ്ഞ് കീറി മുറിച്ച രൂപത്തിൽ ആ സഹോദരിയെ കാണാനിടയായി. ഇപ്പോൾ ഇങ്ങനെ മരണപ്പെട്ടൊരു സംഭവം കാണുന്നു. CCTV ദൃശ്യങ്ങളൊക്കെ കാണുന്നു. ആ സഹോദരൻ പുറത്തു പോകുന്നതും 1-2 ആളുകൾ വീണ്ടും ആ റൂമിലേക്കും മറ്റുമൊക്കെ ഫ്ലാറ്റിലേക്ക് അപരിചിതർ കടന്നു വരുന്ന വിവരങ്ങളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഇതൊക്കെ നമ്മളൊക്കെ ഒരുപാട് ഇങ്ങനത്തെ ദുരനുഭവങ്ങൾ കാണുന്നവരാണ്. ഇതിൽ ഞാൻ മനസ്സിലാക്കുകയാണ്, നേരെ മറിച്ച് ജോബി എന്ന് പറയുന്നതിൻ്റെ പകരം ഒരു മുസ്ലിമാണ് എങ്കിൽ, ആ അസ്മിന എന്ന് പറയുന്നതിൻ്റെ പകരം ഒരു ഹിന്ദു സഹോദരി സ്ത്രീയാണെങ്കിൽ, ഇന്ന് നമ്മുടെ നാട്ടിൽ ലോഹി ജിഹാദിൻ്റെ പേരിലും വർഗീയതയുടെ പേരിലും മതമാറ്റുന്നതിൻ്റെ പേരിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് ഒരു വിഭാഗം നടത്തുമായിരുന്നു. 100% ഉറപ്പാണ്, ഒരു വിഭാഗം അത് നടത്തുമായിരുന്നു. ഇന്ന് ഏതെങ്കിലും ഒരു മുസ്ലിയാരോ ഒരു മുസ്ലിമയോ ഇത് വളരെ വേറെ രൂപത്തിൽ വർഗീകരിച്ചിട്ടൊരു വീഡിയോയോ അതോ മറ്റോ ഇന്ന് പോസ്റ്റ് ചെയ്തത് കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, അതൊരു വേറെ വശം. എങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഇങ്ങനത്തെ ഒരുപാട് ദുരനുഭവങ്ങൾ, വിഷമങ്ങൾ നമ്മുടെയൊക്കെ കൺമുമ്പിൽ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം നമുക്ക് ദീനീ ബോധമോ അല്ലെങ്കിൽ മാനുഷിക പരിഗണയോ അല്ലെങ്കിൽ ഇത് സ്ത്രീയാണെന്നോ ഇതൊരു പുരുഷനാണെന്നോ അല്ലെങ്കിൽ തനിക്ക് കുടുംബമുണ്ടെന്നോ സമൂഹമുണ്ടെന്നോ ഒരിക്കലും ഒരു നിലവാരവും ഇല്ലാത്ത രൂപത്തിലാണ് നമ്മുടെയൊക്കെ സാഹചര്യങ്ങളും നമ്മുടെ സമൂഹവും കടന്നു പോകുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഇങ്ങനത്തെ വിഷയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി കണ്ടറിയേണ്ടതാണ്. എനിക്കൊരു കുടുംബമുണ്ട്, എനിക്കൊരു സമൂഹമുണ്ട് എന്നത്. അസ്മിന എന്ന് പറയുന്ന ഈ സഹോദരിക്ക് ചിലപ്പോൾ 100 കണക്കിന് വിഷമങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ ഒന്ന് ചിരിച്ചു എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ കാണിക്കുന്ന നമ്മുടെയൊക്കെ സ്ത്രീകളുടെ സഹോദരന്മാരുടെ ധൈര്യമാണ് നമ്മളൊക്കെ സമ്മതിക്കേണ്ടത്. നിസ്സാര കാര്യങ്ങൾ നമ്മളൊക്കെ ഒരിക്കലും തന്നെ ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ നിസ്സാരമായിട്ട് അവരൊക്കെ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മുടെ സഹോദരിമാരും സഹോദരങ്ങളും കാണുന്നത്. ഒരു ഉറുമ്പിനെ കൊല്ലുന്ന മേനി പോലും ഇന്ന് മനുഷ്യനെ കൊല്ലാനില്ല. അങ്ങനെ ആകാനും കാരണമുണ്ട്. സത്യത്തിൽ നമ്മുടെ നിയമമാണ് അതിൻ്റെയൊക്കെ കാരണം. എത്ര കൊന്നാലും അതിൻ്റെ ആ തെളിവെടുപ്പും കേസുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് അവനെ ഇങ്ങോട്ട് വെറുതെ വിടുന്നത് പോലെയാണ്. എൻ്റെ ഒരു അറിവിൽ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറയാണ്, അവൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ തന്നെ ഒരു കേസിൽ അകപ്പെട്ട്, കഞ്ചാവ് കേസിൽ എന്തൊരു കേസിൽ അകപ്പെട്ട് അവൻ ജയിലിലായപ്പോൾ പറയാം, അവനക്ക് കിട്ടേണ്ടത് അവനക്ക് കൃത്യമായിട്ട് അവിടെ ലഭിച്ചിരുന്നു എന്ന് അവൻ പറഞ്ഞ ഒരു സംഭവം ഞാൻ കേൾക്കേണ്ടായി. എൻ്റെ പ്രിയമുള്ളവരെ, അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ നിയമത്തിൻ്റെ അവസ്ഥ. കൊല്ലാനും കൊലവിളിക്കാനും സമൂഹത്തിൽ അടിപിടി ഉണ്ടാക്കാനും ഒക്കെ ഇന്ന് ധൈര്യം നമ്മുടെ മക്കൾക്കും നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്കും വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പങ്ക്, ഒരു കാരണം നമ്മുടെ നിയമപാലകർക്കും നിയമത്തിനുമുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അസ്മിനയുടെ മരണം, അസ്മിനയ്ക്ക് 100 കണക്കിന് പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ നമ്മളെ എന്നും ചേർത്ത് പിടിക്കുന്ന നമ്മുടെ വാപ്പയും നമ്മുടെ ഉമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരും മക്കളും ഭർത്താവുമായിരിക്കും. നമ്മൾ എവിടെയെങ്കിലും ചിരിച്ചു കാട്ടിയവനെ, എവിടെയെങ്കിലും ഒന്ന് സംസാരിച്ച് കാട്ടിയവനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണുമ്പോഴേക്ക് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ചിരിക്ക് മയങ്ങി മെസ്സേജിന് മയങ്ങി നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവർ ആഗ്രഹിക്കുന്ന നമ്മുടെ പണമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സമയങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ശരീരമാണ് അവരാഗ്രഹിക്കുന്നത്. ഒരു നേരത്തെ സുഖം ഇത് മാത്രം ആഗ്രഹിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സമ്പത്തായിരിക്കും, സ്വർണമായിരിക്കും. ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ സ്ത്രീകൾ അറിയാതെ പോകുന്നത് എന്നാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമം. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിട്ടും ഇനിയും ഇതിനെക്കുറിച്ച് പഠിക്കാൻ കഴിയാതെ
നമ്മളൊക്കെ നെട്ടോട്ടമോടുന്നവരാകുന്നു എന്നാണ് എൻ്റെ പ്രിയമുള്ളവരെ സങ്കടം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരിമാർ മനസ്സിലാക്കുക, ആരെങ്കിലും ഫ്രണ്ട്ഷിപ്പ് നടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റോ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ, നല്ല കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ, നമുക്ക് മുമ്പിൽ സത്യം പറഞ്ഞാൽ അവർ കോമാളികളാണ്, അവർ ഒരു തരം രാക്ഷസന്മാരാണ്, നമ്മുടെ ചോര കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. സ്നേഹമൊക്കെ വെറുതെയാണ്. നമ്മളീ പറയുന്ന സ്നേഹങ്ങളുണ്ടല്ലോ, ഇതിലൊന്നും യാഥാർത്ഥ്യങ്ങളെ കാണാൻ നമുക്ക് കഴിയില്ല. മനസ്സിലാക്കണം, യാഥാർത്ഥ്യങ്ങളെ കാണാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ നമുക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരുപാട് നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പോയിട്ടും അതിലകപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ കുടുംബവും മറ്റുമൊക്കെ വിഷമം അനുഭവിക്കുന്ന വാർത്തകളും നമ്മൾ പ്രയാസപ്പെടുന്ന വാർത്തകളുമൊക്കെ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ളൊരു പക്വതയാണ് നമുക്കൊക്കെ വേണ്ടത്. എത്ര പ്രായമായാലും എത്ര വിഷമത്തിലായാലും നമ്മുടെ കുടുംബമേ നമ്മുടെ ചേർത്ത് പിടിക്കാനുണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ഒരു ജോബി എന്ന് പറയുന്ന ഈ ചങ്ങാതിൻ്റെ കൂടെ പോയിട്ട് എന്താ ഉണ്ടായത്? എന്താണ് അവിടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായത്? ആ ക്രൈസ്തവ സഹോദരൻ്റെ ഒപ്പം പോയപ്പോൾ എന്തുണ്ടായി? എന്തെങ്കിലും നേടാൻ കഴിഞ്ഞോ? ഒന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ. ജീവിതം വരെ നഷ്ടപ്പെട്ടില്ലേ? ആ കൈകളെ കൊണ്ട് സ്നേഹിച്ചു എന്ന് പറഞ്ഞിരുന്ന, ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞിരുന്ന ആ കൈകളെ കൊണ്ട് തന്നെ തൻ്റെ ശരീരത്തെ പിച്ച് ചീന്താൻ ആ സഹോദരൻ, ആ ഒരു മനുഷ്യൻ അവിടുന്ന് മനസ്സ് കാണിച്ചില്ലേ? അവിടുന്ന് ചേർത്ത് പിടിച്ച കരങ്ങളെ കൊണ്ട് തന്നെ ജീവൻ എടുത്ത് കളഞ്ഞില്ലേ? അതാണ് ഈ അവസ്ഥ. എന്നിട്ട് നോക്കൂ, ആ സഹോദരി മരിച്ചു എന്നറിഞ്ഞപ്പോൾ ആ സഹോദരിയുടെ മയ്യത്ത് ഏറ്റെടുക്കുന്നത് ആരാണ്? അവരുടെ കുടുംബമാണ്. അല്ലാഹു തആല ആ സഹോദരി ചെയ്ത തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തു കൊടുക്കട്ടെ. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബുദ്ധിമോശം കൊണ്ട് വന്നാൽ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അവരുടെ പാരത്തിലേക്ക് വിജയത്തിന് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാമെന്നത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. നമ്മുടെ മുമ്പിൽ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക.